ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ തൈപ്പൂയ ദിനത്തിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ അത് രാവിലെ തന്നെ കുട്ടികൾ എഴുന്നേറ്റ പാടെ തന്നെ റോഡ് സൈഡിൽ ചെന്ന് നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ആനേനെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. നമ്മുടെ പുരാഘോഷ കമ്മിറ്റിയിലത്തെ ആനയാണ്. നമ്മുടെ എന്താണ് ആമ്പാടി മഹാദേവനാണ് കേട്ടോ നമ്മുടെ ആന എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചേട്ടനാണ് ഈ ഒരു പുരാഘോഷ കമ്മിറ്റി വൈസ് പ്രസിഡൻ്റൊക്കെയാണ്. അപ്പോൾ ആൾ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ബിസിയാണ്. അപ്പോൾ ആ പൂരത്തിൻ്റെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഭയങ്കര ബിസിയായിരുന്നു. അപ്പോൾ ആൾ പറഞ്ഞു കേട്ടോ, ആന വന്നിട്ടുണ്ട്, ഇങ്ങനെ കൊണ്ടുവരാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ ആ പിള്ളേർ കാണാൻ വേണ്ടി പോയി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന അശോകത്തേച്ചി നിറയെ പൂവൊക്കെ ഇട്ടിട്ട് നല്ല ചന്തമായിട്ടുണ്ടല്ലേ കാണാനായിട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പുട്ടും പപ്പടവും പഴവും ഒക്കെ ആയിട്ട് അങ്ങനെ പൊക്കോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് കുക്കിങ്ങിൻ്റെ പരിപാടികൾ വേറെ ഒന്നുമില്ല. അപ്പോൾ രാവിലത്തെ ഈ ഒരു പരിപാടി മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ വീട്ടുകാരെ ഒന്ന് ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ വരുമ്പോഴേക്കും നമ്മുടെ പണികളൊക്കെ ഒന്ന് പെട്ടെന്ന് തീർക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ രാവിലെ തന്നെ കുറച്ച് തുണികൾ അലക്കാനൊക്കെ ഉണ്ടായിരുന്നു. തലേ ദിവസം ഒന്നും വയ്യാതെയായിട്ട് തുണികൾ കഴുകിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് തന്നെ ഞാൻ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് കഴുകാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ കുട്ടികൾക്കും എല്ലാവർക്കും ഒന്ന് ചായ കൊടുക്കുകയാണ്. അപ്പോൾ ആ ചായ കുടിച്ച് പെട്ടെന്ന് തന്നെ നമ്മുടെ പണികൾ ഒതുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അടിച്ചു വാരി തുടയ്ക്കാൻ വേണ്ടി പോകാനാട്ടോ. അപ്പോൾ അവർ വരുമ്പോഴേക്കും നമ്മളുടെ പണികളൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് അവരൊക്കെ ആയിട്ട് കുറച്ച് നേരം സംസാരിച്ചിരിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു പണികളൊക്കെ നേരത്തെ കഴിക്കുന്നത്. അപ്പോൾ നമ്മളിത് ബിരിയാണി ആണ് ഇന്ന് ഉച്ചയ്ക്ക് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത്. അത് ഓർഡർ കൊടുത്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ അധികം ആളുകളൊന്നും ക്ഷണിച്ചിട്ടില്ല. നമ്മുടെ വീട്ടിൽ നാത്തുമാർ വരും, അമ്മ വരും, ആങ്ങളമാർ വരും, അത്രയ്ക്കേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ബിരിയാണി ആദ്യം ഇവിടെ വെക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ വെക്കുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. നമുക്ക് വരുന്നവരോടൊന്നും സംസാരിച്ചിരിക്കാനൊന്നും പറ്റില്ല. ആകെ തിക്കും തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഏതായാലും വിചാരിച്ചു ഇന്നത്തെ ദിവസം ഒന്ന് ഫ്രീ ആയിട്ടിരിക്കാമെന്ന്. അപ്പോൾ ഞാൻ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. കുളിച്ച് കഴിഞ്ഞ ഉടനെയാണ് അവർ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ അവർക്ക് കുടിക്കാനായിട്ട് വെള്ളം കലക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അവർക്ക് നല്ല തണുത്ത വെള്ളം വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ടാങ്ക് കലക്കിയിട്ട് അവർക്ക് കൊടുക്കുകയാണ്. പിന്നെ അവർ വരുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളും കുറച്ച് കേക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ അവർക്ക് എടുത്ത് കൊടുക്കാൻ കേട്ടോ. അപ്പം 2 നാത്തൂമാരും മോനുമാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അമ്മയൊക്കെ പിന്നീട് വരും. അപ്പോൾ വല്യമ്മേനൊക്കെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലായിടത്തും പോയാണല്ലോ. അപ്പോൾ വല്യമ്മ മാമൻ്റെ വീട്ടിലൊക്കെ പോയി എടുക്കുമായിരുന്നു. അപ്പോൾ അമ്മ കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു 11 മണിയോടൊക്കെ ആയപ്പോൾ നമ്മുടെ ബിരിയാണി വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഒരുവിധം എല്ലാ സ്ഥലത്തും എല്ലാവരും ഏൽപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഭയങ്കര തിരക്കാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് പാത്രങ്ങളൊക്കെ കൊണ്ടുപോയിട്ടാണ് കേട്ടോ അതിൽ ബിരിയാണിയൊക്കെ ആക്കി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് റൈസും ചിക്കനും സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. കാരണം രണ്ടും കൂടി മിക്സ് ആക്കുകയാണെങ്കിൽ പെട്ടെന്ന് നാശമായിട്ട് പോകാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. അതും കൂടി കൂട്ടിയെടുത്ത് ഇളക്കുമ്പോഴേ പിന്നെ ചേട്ടനും കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിച്ചു. അപ്പോൾ ഇനി നമ്മൾ ഫുഡ് അടിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അവർ തന്നെയാണ് ഇതൊക്കെ റെഡിയാക്കണത്. അപ്പോൾ അവർ വന്നത് കുറച്ച് ഹെൽപ്പായിട്ടുണ്ട് കേട്ടോ എനിക്ക്. അപ്പോൾ ആദ്യം പിള്ളേർക്കും അച്ഛനും അമ്മയ്ക്കൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഫുഡ് അടിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല ബിരിയാണിയും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡ് അടിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ പൂരങ്ങളൊക്കെ കാണാനായിട്ട് താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ വീഡിയോ മുഴുവനായിട്ടും കാണാട്ടോ. നമ്മൾ പൂരപ്പറമ്പിലേക്ക് പോയിട്ടുള്ള കാര്യങ്ങളും അടിപൊളി കാഴ്ചകളൊക്കെ നമ്മൾ ഇതിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. പിന്നെ നമ്മളുടെ ഒരു വീഡിയോയുടെ ഇടയിൽ ഡൗൺലോഡ്, ഷെയർ, ലൈക്ക് എന്നൊക്കെ കാണുന്നിടത്ത് ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട്. അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ കേട്ടോ. അത് നമ്മൾ ഈ ഒരു വീഡിയോ ഇട്ടിട്ട് 7 ദിവസത്തിനുള്ളിലാണ് ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ അത് ഹൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാരിലേക്ക് നമ്മുടെ വീഡിയോ പോകുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം ഞങ്ങളിതൊക്കെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ആങ്ങളെയും ഞങ്ങൾ തൊട്ടടുത്തുള്ള വീട്ടിലെ ഒരു കുട്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഫുഡ് കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം കലക്കി വെക്കുകയാണ് കേട്ടോ. നമ്മൾ ഇവിടെ പൂരക്കാർ പോകുമ്പോൾ ചേട്ടൻ്റെ ഒരു പൂരഘോഷ കമ്മിറ്റിക്കാരുണ്ടല്ലോ, അവർ പോകുന്ന സമയത്ത് അവർക്ക് നമ്മൾ വെള്ളം കലക്കി കൊടുക്കുന്ന ഒരു പതിവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഉണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ വർഷവും വെള്ളം കലക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ അത് ഇപ്രാവശ്യം തെറ്റിക്കുന്നില്ല. അപ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ടാങ്ക് കലക്കുകയാണ്. അപ്പോൾ കുറച്ച് ഓറഞ്ച് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഓറഞ്ചിൻ്റെ ഫ്ലേവറായിട്ടുള്ള ടാങ്കാണ് വാങ്ങിയിട്ടുള്ളത്. അതും ആദ്യം പഞ്ചസാരയൊക്കെ ഇട്ട് മിക്സിയിലൊക്കെ ഇട്ട് അടിച്ച് പെട്ടെന്ന് അലിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് അടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം കലക്കി വെച്ചതിന് ശേഷം കുറച്ച് ഓറഞ്ച് നീരും കൂടി ചേർത്തപ്പോഴാണ് സൂപ്പർ സംഭവമായത്. അത് വേറെ ലെവൽ ടാങ്ക് വെള്ളമായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം നമ്മൾ
നമ്മൾ റെസ്റ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോഴാണ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അന്നാണ് വന്നത്. അപ്പോൾ അവരൊക്കെ ഇരുന്നിട്ട് അത് കാണുമായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മളുടെ പൂരം വരുന്ന സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ പൊട്ടൊക്കെ കേട്ടപ്പോൾ ഞങ്ങളിതാ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇത് നമ്മളുടെ തൊട്ടപ്പുറത്ത് തന്നെയുള്ള വേറൊരു പൂരാഘോഷ കമ്മിറ്റിയുടെ പൂരം ആദ്യം പോണത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ചേട്ടൻ്റെ പൂരം വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പൂരം കുറച്ച് കാണാം കേട്ടോ. എന്തത് ഒരു പിടിക്കാനാ അവര് പിടിക്കാനാ പോണ്. ഇങ്ങോട്ട് നോക്കിയാലും പോട്ടാ. ഒന്നും കൂടി ഇതായപ്പോ ഇതായി കുഴപ്പമില്ല. ചൂടിന് മധുരം അമ്പ കുറവിന് അതെ. അപ്പോൾ പൂരം വരുന്ന സമയത്താണ് കേട്ടോ നമ്മൾ ഫ്രീസറിൽ ഐസ് കട്ടയാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അതിട്ടോ അപ്പോൾ അതിട്ട സമയത്ത് കുറച്ച് മധുരം കുറവ് പോലെ തോന്നിയിട്ട്, എന്നാലും ഞങ്ങൾക്കൊക്കെ അത്യാവശ്യം നല്ല മധുരമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരിതിൽ മധുരം കുറവാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ പൂരമൊക്കെ പോയതിന് ശേഷം ആണ് കേട്ടോ അമ്മ വന്നത്. അപ്പോൾ വരുമ്പോൾ ഐസ്ക്രീമൊക്കെ വാങ്ങിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് ഇതാ ബിരിയാണി ഞങ്ങൾ കൊടുക്കുകയാണ്. അപ്പോൾ അതോട് കൂടിയിട്ട് ഞങ്ങളും ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം വരുമ്പോൾ തന്നെ അത് വെള്ളം പോലെയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതിനി എടുത്തു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായി അലിയുമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അപ്പം തന്നെ എല്ലാവർക്കും പങ്കിച്ച് കൊടുക്കുകയാണ്. അപ്പം ഞാനാണ് കേട്ടോ ഈ വക സാധനങ്ങൾ പങ്കുവയ്ക്കുന്നതിന് ബെസ്റ്റ്. കാരണം ഞാൻ എല്ലാവർക്കും ഒരേപോലെ തുല്യമായി കൊടുക്കും. അപ്പം അങ്ങനെ എല്ലാവർക്കും കൊടുത്തതിന് ശേഷം നിങ്ങൾ ഫുഡ് ഐസ്ക്രീം കഴിക്കണം കേട്ടോ.
അപ്പോൾ ഇനി ഇതാ ഞങ്ങളിതാ പൂരം കാണാൻ വേണ്ടിയിട്ട് പോകാനുള്ള ഒരു ഒരുക്കത്തിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു 7 മണിക്ക് ആയിട്ടാണ് പോണത്. അപ്പോൾ അതിന് മുൻപ് വീട്ടിൽ അടിച്ചു വരാനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇവർ സാധാരണ പൂരം കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ പൂരം കാണാനായിട്ട് നിൽക്കാറില്ല. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ക്ഷണിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാത്രി പൂരം കണ്ടതിന് ശേഷം മാത്രമേ പോകാൻ പാടുള്ളൂ എന്നൊക്കെ. അപ്പോൾ ഇപ്രാവശ്യമാണെങ്കിൽ ചേട്ടൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നില്ല പൂരത്തിന് കൊണ്ടുപോകാനൊക്കെ. ചേട്ടൻ ആകെ ബിസിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ പിന്നെ ഇവരെന്നെ കൊണ്ടുപോകേണ്ട ചുമതല എനിക്കാണ് കേട്ടോ. എനിക്കൊരു അമ്പലത്തേക്ക് പോയി പരിചയം ഉണ്ടെങ്കിലും ഒരു ഊടുവഴി കൂടെ ഒക്കെ പോകാനുള്ള അത്ര ഒരു വഴി അറിയണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ചേട്ടൻ വന്നു. അപ്പോൾ ചേട്ടനും കൂടിയിട്ട് ഞങ്ങൾ പോവാണ് കേട്ടോ. കരിയന്നൂർ എത്രയാം ക്ഷേത്ര നടപ്പത്തിൽ കയറേണ്ടതാണ്. അവർക്ക് അനുവദിച്ചിട്ടുള്ള സമയത്ത് മുഴുവൻ ക്ഷേത്രത്തിലെത്തേണ്ട എല്ലാ പ്രാദേശിക പൂര കമ്മിറ്റികളും ക്ഷേത്രം നിർദ്ദേശിച്ചിട്ടുള്ള സമയക്രമം പാലിക്കേണ്ടതാണ്. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി
അങ്ങനെ ഞങ്ങളിതാ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ശ്രീകുട്ടനും പൊന്നും ഒരു കാറ് വേണം എന്ന് പറഞ്ഞിട്ട് അവർ വാങ്ങാനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ലച്ചുവിൻ്റെ പന്ത് വേണമെന്നും ബോൾ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് കരച്ചിൽ തുടങ്ങിയിട്ട് അപ്പോൾ അവൾക്ക് അതും വാങ്ങിച്ച് കൊടുത്തു. ഇനി നമ്മൾ വീട്ടിലേക്ക് പോകാനുണ്ട്, കാരണം ഇവർക്ക് വീട്ടിലേക്ക് തിരിച്ച് പോകണം. പിന്നെ പൂരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ പോകാനായിട്ട് പറ്റില്ല. അപ്പോൾ ഫുഡൊക്കെ കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ പോണ വഴിയിൽ നമ്മളിതാ ഐസ്ക്രീം മേടിക്കുന്നില്ല എന്ന് വെച്ചു. പിന്നെ പിള്ളേർക്കൊക്കെ ജലദോഷവും കാര്യങ്ങളൊക്കെ ആയിട്ട് മാറിയിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ചുമല്ലോ. അപ്പോൾ അതിന് പകരം നമ്മളിതാ മുളക് ബജിയും കായ ബജിയൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതൊക്കെ വാങ്ങുകയാണ്. പിന്നെ അതിനുശേഷം വീട്ടിലേക്കും അച്ഛനും അമ്മയ്ക്കും പാർസലും കൂടി വാങ്ങിയിട്ടാണ് കേട്ടോ നമ്മൾ പോണത്. തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ പൂരങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഇവർക്ക് പോകാനുള്ള തിരക്ക് കാരണം നമ്മൾ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ സ്ഥിരം വരാറുള്ള വണ്ടിയൊക്കെ വീട്ടിൽ നിന്ന് വന്നിട്ടാണ് കേട്ടോ നമ്മൾ പോണത്. അപ്പോൾ വണ്ടി കുറേ ബ്ലോക്കിലൊക്കെ പെട്ടിട്ടാണ് ഇവിടെ എത്തിയത്. അപ്പോൾ ഇനി ഇത് അവർ തിരിച്ച് പോവാണ്. അപ്പോൾ നമ്മുടെ പൂരത്തിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.